ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോയിൽ രാവിലെ റെഡിയാക്കി ബാക്കി വന്ന ഇഡ്ഡലി കൊണ്ട് വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു മസാല ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. രാവിലത്തെ ഇഡ്ഡലി വീണ്ടും കറിയൊക്കെ ഒഴിച്ച് അതേ രൂപത്തിൽ കഴിക്കാൻ മിക്കവർക്കും മടിയായിരിക്കും അല്ലേ? ഇത് മിക്കവാറും എല്ലാവർക്കും അറിയുന്നൊരു റെസിപ്പി തന്നെയായിരിക്കും. നിങ്ങൾ ഇതുവരെയും ഇതേപോലെ തയ്യാറാക്കി നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. അപ്പം നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെ റെഡിയാക്കാമെന്ന്. ഞാനിവിടെ 10 ഇഡ്ഡലി വെച്ചാണ് ചെയ്യുന്നത്. ഇത്രയും തന്നെ എടുക്കണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ നിങ്ങൾ കാണിക്കാൻ ചെയ്യുന്നത് കൊണ്ട് ഇത്രയും എടുത്തെന്ന് മാത്രം. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. വളരെ പൊടിയായി കട്ട് ചെയ്യേണ്ട, ഈ ഒരു വലുപ്പം കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ എല്ലാ ഇഡ്ഡലിയും ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഇഡ്ഡലി റെഡിയാക്കാനായി ഒരു കടായി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് കൂടെ ചേർക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ചേർക്കാം. നമുക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി ഇതിലേക്ക് 2 തണ്ടോളം കറിവേപ്പിലയും ചേർക്കാം. എരിവിനായി ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ പച്ചമുളകിൻ്റെ ഉള്ളിലത്തെ സീഡ്സൊക്കെ എടുത്തു മാറ്റിയാൽ അധികം എരിവുണ്ടാവില്ല. വെളുത്തുള്ളിയൊക്കെ നന്നായി കളർ മാറി വരുന്നത് വരെ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇഡ്ഡലിയിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ ഉപ്പ് അതിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനിവിടെ 10 ഇഡ്ഡലി എടുത്തത് കൊണ്ടാണ് 1/4 ടീസ്പൂൺ ചേർക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മീറ്റ് മസാലയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ വേണം ഇത് ചെയ്തെടുക്കുവാൻ, അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച ഇഡ്ഡലി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ അധികം ബലം കൊടുക്കാതെ മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഇഡ്ഡലി പീസസിലും മസാലയൊക്കെ കോട്ടാവുന്നത് വരെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. വെറും 5 മിനിറ്റ് കൊണ്ട് നമ്മൾ അധികം ഓയിലൊന്നും ചേർക്കാതെ തയ്യാറാക്കിയ ഈ മസാല ഇഡ്ഡലി എല്ലാവർക്കും ഇഷ്ടമായില്ലേ? പിന്നെ ഇത് റെഡിയാക്കി എടുത്ത ഉടൻ തന്നെ ചൂടോടെ സെർവ് ചെയ്യണം. തണുത്ത് കഴിഞ്ഞാൽ ഇതിന് അത്രയ്ക്ക് ടേസ്റ്റ് കാണില്ല. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. മാത്രമല്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.